ഇന്ന് എ നൈറ്റ് ഇൻ മൈ ലൈഫ് കണ്ടു തുടങ്ങാം. കോടതിയും കൂട്ടും അത് കഴിഞ്ഞുള്ള ജിമ്മിലെ യുദ്ധവും കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് ഫ്രഷ് ആയി കഴിയുമ്പോഴാണ് എന്റെ നൈറ്റ് ശരിക്കും തുടങ്ങുന്നത് തന്നെ. ഇന്നാണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഡ്രാഫ്റ്റ് ചെയ്ത് തീർക്കാനും ഉണ്ട്. ഫാമിലി റിലേറ്റഡ് മാറ്റേഴ്സ് നടത്തുന്നതിലും പാടാണ് അത് ഡ്രാഫ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. ഒരുവിധമായപ്പോ പിന്നെ ഞാൻ കിടന്നുറങ്ങി. എല്ലാ ദിവസവും എങ്ങനെ എഴുന്നേറ്റാലും കണ്ണു തുറക്കുന്നത് ശരിക്കും കിച്ചണിലായിരിക്കും. ഞാൻ തന്നെ നിന്ന് ചെയ്യേണ്ടാത്ത ഐറ്റംസ് ആണ് മിക്കതും ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുക. കാരണം ആ ഗ്യാപ്പിൽ പോയി എനിക്ക് കുളിച്ച് ഫ്രഷ് ആവാം. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കിച്ചണിൽ തിരിച്ച് ജോയിൻ ചെയ്യുന്ന സമയമായിട്ടും ഉണ്ടാവും. ഇതൊക്കെ ചെറിയ ടൈം മാനേജ്മെന്റ് ട്രിക്സ് ആണ് കേട്ടോ. ഡയറ്റ് ആയതുകൊണ്ട് എന്റെ വീക്ക്ലി മീൽ പ്രിപ്സ് ഒന്നും ഇപ്പൊ അപ്ലിക്കബിൾ അല്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം. ഇതൊക്കെ തട്ടിക്കൂട്ടി ഷാർപ്പ് 9 ആവുമ്പോഴേക്കും എനിക്ക് ഓഫീസിലെത്തണം. ഇന്ന് ഹൈക്കോർട്ടിലേക്കാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കാൻ പാകത്തിന് കേസുകളുണ്ട്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് രാവിലെ ഇറങ്ങിയത്. ലഞ്ച് ബ്രേക്കിന് ഓഫീസിൽ വന്ന് രാവിലെ കൊണ്ടുവന്ന മുട്ടയൊക്കെ കഷ്ടപ്പെട്ട് കഴിച്ചിട്ട് ഞാൻ പിന്നെയും ഹൈക്കോർട്ടിലേക്ക് ഇറങ്ങി. കേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും 3 മണിയായി. അപ്പൊ ഇതേ ബേസ്ലൈറ്റിന്റെ വണ്ടി നിൽക്കണം. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി കയറി. ബേസ്ലൈറ്റിനാണ് എന്നെ ഓഫീസിൽ കൊണ്ടുവിട്ടത്. പിന്നെ ഒന്ന് ഇരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും 6 മണിയായി. ഇതൊക്കെ കഴിഞ്ഞ് ബ്ലോക്കിൽ കിടക്കലാണല്ലോ മെയിൻ. മീറ്റ് മൈ ലിറ്റിൽ നെയ്ബർ ഏത്തപ്പൻ. ഈ ഫ്ലാറ്റിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും ഏത്തുവിനെ മാത്രമാണ് ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് കാണാറുള്ളത്. ആസ് യൂഷ്വൽ ഫ്ലാറ്റിലെത്തി ഞാൻ ജിമ്മിലേക്ക് ഇറങ്ങി. ഈ റുട്ടീന്റെ ലൂപ്പിൽ ഇങ്ങനെ കംഫർട്ടബിൾ ആയി തോന്നിയാൽ പിന്നെ ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും അടുത്ത എന്റെ പ്ലാൻ. പക്ഷെ ഇതിനൊക്കെ സമയം വേണമല്ലോ.